കളർ കോഡിങ് എഴുതാൻ പറയും, അല്ലെങ്കിൽ അതിന്റെ കളർ ബാൻഡ്സ് എഴുതാൻ പറയും. ഓക്കെ, അപ്പൊ അതിന് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ ഇതായിരുന്നു പറഞ്ഞു വന്നത് അല്ലെ. 1.5 കിലോ ഓം പ്ലസ് ഓ മൈനസ് 5% ആണ് റെസിസ്റ്ററിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? വി ഹാവ് ടു ഡിറ്റർമൈൻ ദ കറസ്പോണ്ടിങ് കളർ കോഡ് അല്ലെ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ കോഡ് വേണം. അപ്പൊ നമുക്കറിയാം 1.5 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ വാല്യൂ വിത്തൗട്ട് ഡെസിമൽ. അങ്ങനെ നമുക്കൊരു വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ അല്ലാതെ ഇങ്ങനെ ഡെസിമൽ പോയിന്റ്സ് ഇല്ലാതെ നമുക്കൊരു നാച്ചുറൽ നമ്പറിലേക്ക് അതിനെ, കൗണ്ടിങ് നമ്പറിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം 15 എഴുതുവാണെങ്കിൽ ഇപ്പൊ ഓൾറെഡി 1.5 കിലോ ഓം ആണ് അല്ലെ. അപ്പൊ 1.5 ഇൻറ്റു 10⁻³ ആണ് അല്ലെ. 3 ഓം പ്ലസ് ഓൺ മൈനസ് 5% ആണ്. ഓക്കെ, അപ്പൊ അതിനെ മാറ്റുവാണെങ്കിൽ 1.5 ഇൻറ്റു 10 ഇൻറ്റു 10⁻² ഇങ്ങനെ മാറ്റി എഴുതാലോ. 10⁻³ സ്പ്ലിറ്റ് ചെയ്തിട്ട് 10⁻1 ഇൻറ്റു 10⁻², അതുപോലെ മാറ്റി എഴുതാലോ. പ്ലസ് ഓ മൈനസ് 5% എഴുതാം. ഓക്കെ, 1.5 ഇൻറ്റു 10 എത്രയാണ്? 10⁻1 എന്ന് പറഞ്ഞാൽ 10 ആണ്. 1.5 ഇൻറ്റു 10 എത്രയാണ്? 15 ആണ് അല്ലെ. അപ്പൊ 15 ഇൻറ്റു 10⁻² പ്ലസ് ഓ മൈനസ് 5% ഇതിനെ ഫൈനൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് 1.5 കിലോ ഓം പ്ലസ് ഓ മൈനസ് 5% ആണ് തന്നത്. അപ്പൊ 1.5 എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനെ ഒരു കൗണ്ടിങ് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കളർ കോഡിങ് കണ്ടുപിടിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പൊ 1.5 തന്നതിന് ഇൻറ്റു 10⁻³ ആയിരുന്നു, കിലോ ഓം ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ആ 10⁻³ സ്പ്ലിറ്റ് ചെയ്തു 10⁻1 ഇൻറ്റു 10⁻² എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ 1.5 ഇൻറ്റു 10⁻1 എന്ന് പറഞ്ഞാൽ എത്രയാ? അല്ലെങ്കിൽ 1.5 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 15 ആണ് അല്ലെ. അപ്പൊ 15 ഇൻറ്റു 10⁻² പ്ലസ് ഓ മൈനസ് 5% ഫൈനലായിട്ട് എഴുതാൻ പറ്റും. ഇത് ക്ലിയർ അല്ലേ? യെസ്, ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് എഴുതാലോ. ഇനി നമുക്ക് കറക്റ്റ് കളർ കോഡിങ് എഴുതാം. 1 ഏത് ന്യൂമറിക്കൽ വാല്യൂ 1 ഏത് കളറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് പറയുന്നത്? പറഞ്ഞേ. 1 ആണെങ്കിൽ യെസ്, ബ്രൗൺ അല്ലേ, ബ്രൗൺ. ദെൻ 5 ആണല്ലേ ഉള്ളത്. 5 ആണെങ്കിൽ ബ്രൗൺ, യെസ്, ഗ്രീൻ, ബ്രൗൺ, ഗ്രീൻ. ഇനി ഇൻറ്റു 10⁻² ആണ് മൾട്ടിപ്ലയർ അല്ലേ. 10⁻² ആണ്. ഇപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ 10⁻³ അല്ല. അതാ 1.5നെ 15 ആക്കാൻ വേണ്ടി നമ്മൾ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 10⁻² ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ മൾട്ടിപ്ലയർ എത്രയാണ്? 2 ആണ്. സോ കളർ എന്തായിരിക്കും? Good. So final color will 5% ആണ് ടോളറൻസ്. ഗോൾഡ് ആയിരിക്കും അല്ലെ. 5% ആണ് നമുക്ക് ടോളറൻസ് പറഞ്ഞത്. നോക്കൂ, നമ്മുടെ ടോളറൻസ് 5% ആണെങ്കിൽ ഗോൾഡൻ കളർ ആണ്, 10% ആണെങ്കിൽ സിൽവർ ആണ്, നോർ കളർ ആണെങ്കിൽ 20%. കളർ കോഡ് നോക്കിയേ, കിട്ടിയിരിക്കുന്നത് ബ്രൗൺ, ഗ്രീൻ, റെഡ്, ബ്ലൂ, ഗോൾഡ്. ഓക്കെ, അതാണ് നമ്മുടെ കളർ കോഡ് വന്നിരിക്കുന്നത്. ഏതിൻ്റെത്? 1.5 കിലോ ഓം റെസിസ്റ്ററിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ കോഡ്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ എഴുതാൻ ഓക്കെ ആണല്ലോ. ഇപ്പൊ ഒരു റെസിസ്റ്റൻസ് കളർ കോഡ് തന്നാൽ അതിൽ നിന്ന് കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനും, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് വാല്യൂ തന്നാൽ അതിന്റെ കറസ്പോണ്ടിങ് കളർ കോഡിങ് കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തിയറിയിലും ഉണ്ടാകും, അതുപോലെ തന്നെ നിങ്ങളുടെ ലാബ് സെഷൻസിലും ഉണ്ടാകും. ഓക്കെ, ലാബ് സെഷനിൽ നിങ്ങൾ ഫസ്റ്റ് എക്സ്പെരിമെന്റ് വരുന്നത് തന്നെ ഡിഫറെന്റ് ഇലക്ട്രോണിക് കോമ്പണൻസിന്റെ ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഫെമിലറൈസേഷൻ ആണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റേഴ്സ് തന്നിട്ട് അതിന്റെ കളർ കോഡിങ് വെച്ച് അതിന്റെ വാല്യൂ, കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കാൻ ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഇപ്പൊ ഈ വൈവക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം വെക്കുന്ന സമയത്ത് അതിനൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത് എന്താണ് നിങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള, അതല്ല നമ്മൾ ഫർദർ ഇനി ഫ്യൂച്ചറിലാണെങ്കിലും നിങ്ങൾക്ക് പല കാര്യത്തിലും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിന്റെ ബേസിക്സിൽ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ഇത്
എപ്പോഴും മനസ്സിൽ അങ്ങനെ വെക്കുക, ആ കളർ കോഡിങ്ങും വെക്കുക, ആ ഒരു മെത്തേഡിൽ ഇതിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്ര ക്ലിയർ ആണ് അല്ലേ? നെക്സ്റ്റ് പോർഷനിലേക്ക് കടന്നൂടെ? യെസ്, ഓക്കെ. നിങ്ങൾ ഇതുപോലെ കുറെ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക കേട്ടോ. കുറെ റെസിസ്റ്റൻസ് വാല്യൂസ് വെച്ചിട്ട് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി അതിന്റെ കളർ കോഡിങ്ങും അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്ര വരെ ആകുമ്പോഴേക്കും നമ്മുടെ റെസിസ്റ്ററിന്റെ സെക്ഷൻ ഫിനിഷ് ചെയ്തു. റെസിസ്റ്റേഴ്സിൽ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് എന്താണ് റെസിസ്റ്റർ എന്ന് പഠിച്ചു. ദെൻ മെയിൻ ആയിട്ട് അതിന്റെ ഡിഫറെന്റ് 4 ഇമ്പോർട്ടൻറ്റ് പാർട്സ് അത് പഠിച്ചു. ബേസ്, റെസിസ്റ്റീവ് മെറ്റീരിയൽ, ലീഡ്സ്, പ്രൊട്ടക്റ്റീവ് കവർ, അത് പഠിച്ചു. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ ആണ് എന്ത്? ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റർ. ഓക്കെ, അത് പഠിച്ചു. അതിന്റെ ഡിഫറെന്റ് എക്സാമ്പിൾസ് നോക്കി. ആൻഡ് ഫൈനലി നമ്മൾ അതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ദെൻ ഫൈനലി നമ്മൾ അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന കളർ കോഡിംഗ് മെത്തേഡും പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ദ സെക്കൻഡ് പാസീവ് കോമ്പണന്റ്, ദാറ്റ് ഈസ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, കപ്പാസിറ്റേഴ്സിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? A capacitor is an electronic component that can be used to store an electrical charge. Okay, capacitor എന്ന് പറഞ്ഞാൽ എന്താണ്? Capacitor is an electronic component that can be used to store an electrical charge. ഒരു ഇലക്ട്രിക്കൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് കോമ്പണന്റ് ആണ് കപ്പാസിറ്റർ. ഓക്കെ, കപ്പാസിറ്റർ നിങ്ങളൊക്കെ ഫെമിലിയർ ആയിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും സർക്യൂട്ട് ബോർഡ്സിൽ നമ്മൾ ഏത് സർക്യൂട്ട് ഇലക്ട്രോണിക് സർക്യൂട്ട് എടുക്കുകയാണെങ്കിലും അതിൽ റെസിസ്റ്റർ, കപ്പാസിറ്റർ നമുക്ക് എന്തായാലും കാണാൻ പറ്റും. പിന്നെ ചിലതിൽ ഇൻഡക്ടേഴ്സ് ഉണ്ടാവും, പിന്നെ ഡിഫറെന്റ് ട്രാൻസിസ്റ്റേഴ്സ്, ഐസീസ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. ഒരു കോമൺ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോമ്പണന്റ് ആണ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ വേറൊരു അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക്കൽ ചാർജ്. റെസിസ്റ്റേഴ്സിന് ആ ഒരു കേപ്പബിലിറ്റി ഇല്ല. റെസിസ്റ്റേഴ്സിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന് അക്രോസ് ഒരു പവർ ഡെസിപ്പേഷൻ ഉണ്ടാകും. ഹീറ്റിന്റെ രൂപത്തിൽ പവർ ലോസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ബട്ട് കപ്പാസിറ്റർ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ ആൻ ഇലക്ട്രിക്കൽ ചാർജ്. അല്ലെങ്കിൽ കപ്പാസിറ്റർ ഈസ് എ ടെമ്പററി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയാം. ഓക്കെ, അതാണ് നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. കപ്പാസിറ്റേഴ്സ് ആർ ഓഫ്റ്റൻ യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആസ് ടെമ്പററി എനർജി സ്റ്റോറേജ് ഡിവൈസസ്. കപ്പാസിറ്റേഴ്സ് ഒക്കെ ടെമ്പററി എനർജി സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ഓക്കെ, ആൻഡ് കപ്പാസിറ്റൻസ് ഈസ് മെഷേർഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് ഫാരഡ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഫാരഡ്, represented by capital F, and the name after Michael Faraday, a British chemist and the physicist who contributed significantly to the study of electromagnetism. ഇലക്ട്രോമാഗ്നറ്റിസത്തിനെ കുറിച്ച് വലിയ സ്റ്റഡി നടത്തി അതിൽ കുറെ കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ള മൈക്കൽ ഫാരഡേന്റെ ആ ഒരു ഇതിലാണ് കപ്പാസിറ്റൻസിന് ഫാരഡ് അല്ലെങ്കിൽ ഡിനോട്ടഡ് ബൈ എഫ് യൂണിറ്റ്. ശ്രദ്ധിക്കണം, നോർമലി നമ്മളൊരു നോൺ പോളറൈസ്ഡ് അല്ലെങ്കിൽ പൊളാരിറ്റി ഒന്നും ഇല്ലാത്ത സിമ്പിൾ ഇതുപോലെയാണ്. 2 സ്ട്രേറ്റ് ലൈൻസ് ഉണ്ടാവും, 2 ലീഡ്സും കാണിക്കും. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പോളറൈസ്ഡ് ആണ്. പോളറൈസ്ഡ് മീൻസ് ഇവിടെ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് വരുന്ന ഭാഗത്ത്, ഒരു സ്ട്രേറ്റ് ലൈൻ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് പോസിറ്റീവും അതിനൊരു ബെൻഡ് ചെയ്തിട്ട് വരുന്ന ഭാഗത്ത് നെഗറ്റീവും ആയിരിക്കും പൊളാരിറ്റി. ഓക്കെ, ആ കപ്പാസിറ്ററിന് ഇറ്റ്സെൽഫ് ഒരു പൊളാരിറ്റി ഉണ്ട്. അതിന്റെ പ്ലേറ്റ്സ് എപ്പോഴും ഈ ഒരു സൈഡ് പോസിറ്റീവ്ലി ചാർജഡും മറ്റേ സൈഡ് നെഗറ്റീവ്ലി ചാർജഡും ആയിരിക്കും. ഓക്കെ, ഈ ഒരു സ്ട്രേറ്റ് ലൈനിൽ കാണിച്ചിരിക്കുന്ന പോസിറ്റീവ് സൈഡും ഒരു ബെൻഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് നെഗറ്റീവ് സൈഡും ആയിരിക്കും. ഓക്കെ, ഇനി നോൺ പോളറൈസ്ഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സിമ്പിൾ ഫോർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. 2 സ്ട്രേറ്റ് ലൈൻസ് ഉണ്ടാവും, 2 ലീഡ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ 2 സിമ്പിൾസ് യൂസ് ചെയ്യാം. One is used for representing polarized capacitors and another one is used for representing non-polarized capacitors. Okay, and നിങ്ങൾക്ക് ഇവിടെ വേറൊരു ഫിഗർ കാണാം, ഒരു കപ്പാസിറ്ററിന്റെ ഫിഗർ കാണാം. ഓക്കെ, ഇങ്ങനത്തെ കപ്പാസിറ്റേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളർ, ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളർ, ബ്ലാക്ക് ആൻഡ് റെഡ് കളറിലൊക്കെയുള്ള ദിസ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും. അതുപോലെ അല്ലാതെ വേറെ ഡിസ്ക് ടൈപ്പ്, ഒരു സ്മോൾ ഒരു ബ്രൗണിഷ് കളറിൽ ഇങ്ങനെ ഒരു സ്മോൾ ഡിസ്ക് ഷേപ്പിലുള്ള കപ്പാസിറ്റേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. സർക്യൂട്ട്സിലൊക്കെ നിങ്ങൾ അധികം അങ്ങനെയുള്ള ചെറിയ കപ്പാസിറ്റേഴ്സ് ആയിരിക്കും കണ്ടിട്ടുണ്ടാകുക. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ ക്ലാസിഫിക്കേഷനിൽ പറയും.
ഇപ്പൊ കപ്പാസിറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇറ്റ്സ് എൻ ഇലക്ട്രോണിക് കോമ്പണന്റ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു സ്റ്റോർ എൻ ഇലക്ട്രിക്കൽ ചാർജ്. ഓക്കെ, അതിന്റെ സിമ്പലും അതുപോലെ തന്നെ അത് പ്രാക്ടിക്കലി ഉണ്ടാകുന്ന ഒരു ഫിഗറും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് പാർട്സ് ഓഫ് എ കപ്പാസിറ്റർ നോക്കാം. നമ്മൾ റെസിസ്റ്ററും അങ്ങനെ തന്നെയാണ് അല്ലെ അപ്രോച്ച് ചെയ്തത്. ഫസ്റ്റ് റെസിസ്റ്റർ എന്താണെന്ന് നോക്കി, ദെൻ അതിന്റെ 4 ഇമ്പോർട്ടന്റ് പാർട്സ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പാർട്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് നോക്കാം. Okay, a basic capacitor has 2 parallel plates separated by an insulating material. അതാണ് അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ബേസിക് കപ്പാസിറ്റർ ഹാസ് 2 parallel plates. 2 parallel plates ഉണ്ടാവും. Plates will be metal ആയിരിക്കും, conductors ആയിരിക്കും, conducting ആയിരിക്കും. Okay, 2 parallel plates ഉണ്ടാവും. They are separated by an insulating material. Okay, അങ്ങനെ 2 കണ്ടക്ടിങ് മെറ്റൽസ് സെപ്പറേറ്റഡ് ബൈ an insulating material ആണ് എന്ത് കപ്പാസിറ്ററിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഇത് എങ്ങനെയാ ഉണ്ടാകുക എന്ന് വെച്ചാല് ഇതുപോലെ 2 പ്ലേറ്റുകൾ ഉണ്ടാവും. 2 സൈഡിലും 2 പ്ലേറ്റുകൾ ഉണ്ടാവും. മെറ്റൽ പ്ലേറ്റ്സ് ആയിരിക്കും, കണ്ടക്ടിങ് നേച്ചർ ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ ആയിട്ട് അതിൽ എന്ത് ചെയ്യും, ഇതുപോലെ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടാവും. ഓക്കെ, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്താണ്? ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്. അപ്പൊ 2 പാരലൽ പ്ലേറ്റ്സ് ജോയിൻ ചെയ്തിട്ടല്ല, ഇൻ ബിറ്റ്വീൻ ആയിട്ട് അവിടെ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടാവും. അങ്ങനെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് പാർട്സ് എന്ന് പറഞ്ഞാൽ 2 പാരലൽ പ്ലേറ്റ്സ് separated by a insulating material അല്ലെങ്കിൽ dielectric material. Okay, a capacitor stores an electrical charge between 2 plates. Okay, അപ്പം ഇങ്ങനെ 2 കണ്ടക്ടിങ് അല്ലെങ്കിൽ 2 പ്ലേറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ 2 പ്ലേറ്റ്സിന്റെ ഇടയിൽ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റർ ഇലക്ട്രിക്കൽ ചാർജസിനെ സ്റ്റോർ ചെയ്യും. Okay, and the unit of capacitance is farad, അത് already പറഞ്ഞു. And the capacitance values are normally smaller, such as microfarad, nanofarad or picofarad. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കപ്പാസിറ്റേഴ്സിന്റെ വാല്യൂസ് നോർമലി നമ്മൾ മോസ്റ്റ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്ന സമയത്തും ഓക്കെ നമ്മൾ ഫെമിലർ ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസ് അധികം എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെയുള്ള കപ്പാസിറ്റൻസ് വാല്യൂ എന്തായിരിക്കും എന്ന് വെച്ചാൽ സ്മോളർ ആയിരിക്കും, സ്മോളർ വാല്യൂസ് ആയിരിക്കും. ദാറ്റ് വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് മൈക്രോഫാരഡ്, നാനോഫാരഡ് ആൻഡ് പൈക്കോഫാരഡ്. ആ ഒരു റേഞ്ചിലായിരിക്കും. ഓക്കെ, നമ്മളിപ്പോ റെസിസ്റ്റേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കിലോ ഓം, മെഗാ ഓം, ഓം എല്ലാ റേഞ്ചിലും നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ. ബട്ട് കപ്പാസിറ്റേഴ്സിന്റെ അധികവും നമ്മൾ സ്മോളർ വാല്യൂ റേഞ്ചിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മൈക്രോഫാരഡ്, നാനോഫാരഡ്, പൈക്കോഫാരഡ് ആ റേഞ്ചിലായിരിക്കും അതിന്റെ വാല്യൂസ് ഉണ്ടാകുക. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കൺസ്ട്രക്ഷൻ ഓൾറെഡി ഞാൻ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പാർട്സിൽ നമുക്ക് ഇനി ഒന്നുകൂടി അതിന്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കാം. ഓക്കെ, ബേസിക് കപ്പാസിറ്റർ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു 2 ലൈറ്റ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ സ്ക്വയർ റെക്ടാങ്കുലർ സ്ട്രക്ചർ ആണ് എന്ത് പ്ലേറ്റ്സ്. ദിസ് ഇസ് പ്ലേറ്റ് 1 ആൻഡ് ദിസ് വൺ ഈസ് പ്ലേറ്റ് 2. ഓക്കെ, 2 പ്ലേറ്റുകൾ ഉണ്ട്. ആ ഇൻ ബിറ്റ്വീൻ ആയിട്ട് അതിന്റെ ഇടയിൽ ഒരു കുറച്ചും കൂടി ഡാർക്കർ ഗ്രീൻ ഓക്കെ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണ്, ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്. സോ ത്രൂ ദാറ്റ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ദർ ഇസ് നോ കറന്റ് ഫ്ലോ. അത് പോസിബിൾ അല്ല അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യും, 2 പ്ലേറ്റുകളും ചാർജ് സ്റ്റോർഡ് ആയിരിക്കും, ബട്ട് പോസിബിൾ അല്ല, കറന്റ് ഫ്ലോ പോസിബിൾ അല്ല. സോ അതിന് ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്യും, ഒരു ചാർജ് സ്റ്റോറേജ് ഉണ്ടാവും. ഇനി എപ്പോഴാണ് ഒരു കറന്റ് ഫ്ലോ പോസിബിൾ ആകുന്നത്, അപ്പോഴെന്ത് ചെയ്യും, ആ ചാർജ് റെഡ്യൂസ് ചെയ്ത് 0 ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കപ്പാസിറ്ററിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ വർക്കിംഗ് വരുന്നത്. ഓക്കെ, അപ്പൊ the dielectric material is an insulator, therefore no current flows through the capacitor. Okay, dielectric material ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ there is no current flows through the capacitor. ഓക്കെ, അപ്പൊ ഇത്ര വരെ മനസ്സിലായിട്ടുണ്ടോ എന്താണ് കപ്പാസിറ്റർ, അതിന്റെ യൂണിറ്റ്, അതിന്റെ സിമ്പല് ആൻഡ് അതിന്റെ ബേസിക് കൺസ്ട്രക്ഷൻ ആൻഡ് അതിന്റെ പാർട്സ്. അത് ക്ലിയർ ആണോ? യെസ്.
ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് കേട്ടോ, അതാണ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇനി അതിന്റെ ഒരു വർക്കിംഗ് ഒന്ന് ജസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു സർക്യൂട്ട് കാണാൻ പറ്റും അല്ലെ, ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു സർക്യൂട്ട് കാണുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഇതാണ് ആ കപ്പാസിറ്റർ. ഓക്കെ, ആ കപ്പാസിറ്ററിനെ ഞാൻ ഒരു ബാറ്ററി സോഴ്സ് വെച്ച് ഇതുപോലെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതുപോലെ ഒരു ബാറ്ററി സോഴ്സ് വെച്ച് ഞാൻ കപ്പാസിറ്ററിനെ കണക്ട് ചെയ്തു. ഇതിന്റെ ഈ ബാറ്ററി സോഴ്സിന്റെ ഈ എൻഡ് പോസിറ്റീവ് ആണ്, ഈ എൻഡ് നെഗറ്റീവ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി വെൻ ഓക്കെ, ഇതിന് മുന്നേ നമുക്കൊരു സ്വിച്ച് കൂടി വെക്കാം. എന്റെ കയ്യില് ഒരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്റർ ഇതുപോലെ ഒരു ബാറ്ററി സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാനൊരു സ്വിച്ച് ആണ് പ്രൊവൈഡ് ചെയ്തത്, പ്ലസ് മൈനസ്. ബാറ്ററി സോഴ്സിന്റെ പ്ലസ് ആൻഡ് ബാറ്ററി സോഴ്സിന്റെ നെഗറ്റീവ് പൊളാരിറ്റി രണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷനിൽ ഞാൻ ഈ സ്വിച്ച് ഓപ്പൺ ആണ്. സോ സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ ദർ ഇസ് നോ കറന്റ് ഫ്ലോ ത്രൂ ദാറ്റ് സർക്യൂട്ട്. സോ എന്ത് ചെയ്യും, ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് അവിടെ തന്നെ റിട്ടേൺ ചെയ്ത് നിൽക്കും. ഓക്കെ, കപ്പാസിറ്ററിൽ കൂടെ കപ്പാസിറ്ററിന് ഒരു എഫക്റ്റും ഉണ്ടാവില്ല അല്ലെ, അവിടെ സർക്യൂട്ട് ഓപ്പൺ ആണ്. ബട്ട് വെൻ ഐ ക്ലോസ് ദി സ്വിച്ച്, ഞാൻ എപ്പോഴാണ് ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുന്നത്, സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ദർ ഷുഡ് ബി കറന്റ് ഫ്ലോ അല്ലെ. ഇവിടെ ഒരു ബാറ്ററി സോഴ്സ് ആണുള്ളത്. സോ ദർ ഇസ് എ ടെൻഡൻസി ഓഫ് ദിസ് ചാർജ് കാരിയേഴ്സ് ഇൻ ദ ബാറ്ററി ടു ഫ്ലോ ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ. ഈ ബാറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലിലേക്ക് ഒരു കറന്റ് ഫ്ലോ ഉണ്ടാകും. ഓക്കെ, ബട്ട് നോക്കിയേ കപ്പാസിറ്റർ എന്തായിരുന്നു, കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രിക് പ്ലേറ്റ് സെപ്പറേറ്റഡ് ബൈ എ ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ ആണ് അല്ലെ. ഈ കപ്പാസിറ്ററിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു കറന്റ് ഫ്ലോ പോസിബിൾ അല്ല. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ കപ്പാസിറ്ററിന്റെ ഒരു സൈഡിലുള്ള പ്ലേറ്റ്സ് പോസിറ്റീവ് ആയിട്ടും മറ്റേ സൈഡിലുള്ള പ്ലേറ്റ്സ് നെഗറ്റീവ് ആയിട്ടും ഇങ്ങനെ ചാർജ് ചെയ്ത് നിൽക്കും. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ എന്താ വേണ്ടത്, ഈ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററിയിലേക്ക് കറന്റ് ഫ്ലോ വരണമെങ്കിൽ ഈ കപ്പാസിറ്ററിന് അക്രോസ് കൂടി അത് ഫ്ലോ ചെയ്യണം അല്ലെ. ബട്ട് ഈ കപ്പാസിറ്ററിന്റെ 2 പ്ലേറ്റ്സിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളത് ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണ്. സോ ആ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൽ കൂടെ കറന്റ് ഫ്ലോ പോസിബിൾ അല്ല. ആ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ രണ്ട് സൈഡിലുള്ള ഈ ഡയലക്ട്രിക്കിന്റെ രണ്ട് സൈഡിലുള്ള പ്ലേറ്റ്സ് വിച്ച് മീൻസ് കപ്പാസിറ്ററിന്റെ 2 പ്ലേറ്റ്സ്, അതിൽ ഒരു പ്ലേറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡും മറ്റേ പ്ലേറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടും ഇങ്ങനെ നിൽക്കും. ഇനി ഏത് സൈഡാ പോസിറ്റീവ് ആകുക, ഈ ബാറ്ററി സോഴ്സിന്റെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന പ്ലേറ്റ് ഏതാണോ അതാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആകുക. ബാറ്ററി സോഴ്സിന്റെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന സൈഡിലുള്ള പ്ലേറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചാർജ്ഡ് ആകുമ്പോൾ എന്താണ്, ആ കപ്പാസിറ്റർ ഈ ബാറ്ററി സോഴ്സിന് കൊടുക്കാൻ പറ്റുന്ന അത്രയും വോൾട്ടേജ് ലെവലിന്റെ അപ് ടു വരെ എന്ത് ചെയ്യും, ചാർജ് ചെയ്ത് നിൽക്കും. ഓക്കെ, അറ്റ് പ്രസന്റ് ഈ സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് ബാറ്ററി ചാർജ് സ്റ്റോറേജ് ആണ്. ഈ സ്വിച്ച് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇവിടെയുള്ള സ്വിച്ച് ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള സ്വിച്ച് ഞാൻ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഓപ്പൺ ചെയ്ത സമയത്ത് നോക്കി അറ്റ് പ്രസന്റ് ആ കപ്പാസിറ്റർ ഇങ്ങനെ ചാർജ്ഡ് കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇനി ഈ കപ്പാസിറ്റർ ഇപ്പോൾ ചാർജ്ഡ് ആണ്. ഇനി അത് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ അതിനൊരു പാത്ത് ആവശ്യമാണ്. ഒരിക്കലും ആ ഡയലക്ട്രിക് മെറ്റീരിയലിൽ കൂടെ ഫ്ലോ ചെയ്യില്ല. എങ്ങനെ, ഇങ്ങനെ ഒരു ഫ്ലോ ഉണ്ടാകില്ല. ഡയറക്റ്റ് പ്ലേറ്റ് 1 പ്ലേറ്റ് 2ലേക്ക് ത്രൂ ഡയലക്ട്രിക് മെറ്റീരിയൽ അതിന്റെ ഒരു ചാർജ് ഫ്ലോയിങ് പോസിബിൾ അല്ല. അപ്പൊ എന്താ അവിടെ ഒരു പോസിബിലിറ്റി ഉള്ളത്, അവിടെ ഒരു പോസിബിലിറ്റി ഉള്ളത് നമുക്കിപ്പം ഈ ഒരു സർക്യൂട്ട് ഒരു എക്സ്റ്റേണൽ ഒരു LED അങ്ങനെ എന്തെങ്കിലും ഒരു ലോഡിൽ കൂടെ കണക്ട് ചെയ്തു എന്ന് വെക്കുക. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഈസ് എ പാത്ത് അല്ലെ ഫോർ ചാർജ് ഫ്ലോയിങ് ദ ചാർജ് കാരിയേഴ്സ്. ഇവിടെ പ്ലസ് ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിലേക്ക് ഒരു കറന്റ് ഫ്ലോ പോസിബിൾ ആണ് അല്ലെ ത്രൂ ദിസ് LED. അപ്പൊ LED എന്ത് ചെയ്യും, ബ്ലിങ്ക് ചെയ്യും. അതിൽ കൂടെ ഒരു കറന്റ് ഫ്ലോ വരുന്ന സമയത്ത് ബ്ലിങ്ക് ചെയ്യും. അപ്പൊ ചാർജ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററിനെ ഒരു LED ആയിട്ട് കണക്ട് ചെയ്താൽ LED എന്ത് ചെയ്യും, ബ്ലിങ്ക് ചെയ്യും. അപ് ടു വാട്ട്, എത്ര വരെ, ഈ കപ്പാസിറ്റർ
കപ്പാസിറ്ററിൽ ചാർജ് ചെയ്തിരിക്കുന്ന ആ ഒരു ചാർജ് തീരുന്ന വരെ എന്ത് ചെയ്യും, LED ബ്ലിങ്ക് ചെയ്യും. ഓക്കെ, അതാണ് ഇതിന്റെ ടെമ്പററി സ്റ്റോറേജ് എന്ന് പറയുന്നത്. എപ്പോഴാണോ ഈ പോസിറ്റീവ് ടെർമിനൽസ് നെഗറ്റീവ് ടെർമിനൽസിലേക്ക് ഇങ്ങനെ കറണ്ട് ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്ത് അത് ആ ഒരു ചാർജ് ഇല്ലാത്തൊരു പൊസിഷനിലേക്ക് എത്തുന്നത്, അപ്പോഴെന്തെയും ഈ LED വീണ്ടും ഡിം ആവും, LED കെടും. കപ്പാസിറ്ററിന് അക്രോസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചാർജ് തീരുന്ന വരെ LED ബ്രൈറ്റൻ ആയിട്ട് ബ്ലിങ്ക് ചെയ്യും. അത് ചാർജ് തീരുമ്പോൾ കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ആയത് കഴിഞ്ഞാൽ പിന്നെ LED കത്തില്ല. ഓക്കെ, അതാണ് കണ്ടീഷൻ. മീൻസ് അതാണ് അതിന്റെ വർക്കിംഗ്. അപ്പൊ അതുകൊണ്ട് ഈ കപ്പാസിറ്റേഴ്സിന് നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, ഇറ്റ്സ് ഓൺലി ടെമ്പററി സ്റ്റോറേജ് ഡിവൈസ് അല്ലേ, ടെമ്പററി സ്റ്റോറേജ് ആണ്. അപ്പൊ ഓരോ കപ്പാസിറ്ററിനും അതിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ആ കപ്പാസിറ്റി വരെ അത് ചാർജ് ചെയ്യും, അത്രയും വാല്യൂവിനെ ഡിസ്ചാർജും ചെയ്യും. ഓക്കെ, ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ലോഡ് കൊടുക്കണം. ഇപ്പൊ ഞാനൊരു LED കണക്ട് ചെയ്യുന്നതുകൊണ്ട് LED വഴി അത് ഡിസ്ചാർജ് ചെയ്യും. സോ LED ആ കറണ്ട് ഫ്ലോ ഉള്ള സമയം വരെ അത് ബ്ലിങ്ക് ചെയ്യും. ക്ലിയർ അല്ലേ? കപ്പാസിറ്ററിന്റെ വർക്കിംഗ് ക്ലിയർ അല്ലേ? മനസ്സിലായിട്ടില്ലേ? ഒന്നുകൂടി പറയണോ? യെസ്, ഓക്കെ ആണല്ലേ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങക്ക് ഇപ്പൊ ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ ഈ കൊതുവിനെ ഒക്കെ ബീറ്റ് ചെയ്യുന്ന ആ ഒരു ബാറ്റ് ഇല്ലേ നമ്മുടെ വാങ്ങിക്കുന്ന, അത് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ചു നേരം അതിന്റെ ആ ഒരു LED ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നത് കാണാറുണ്ടാവും. നമ്മൾ ചാർജിങ്ങിന് വെച്ചിട്ട് കൊതുകിന്റെ ഒരു ബാറ്റ് ഇല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പൊ അത് നമ്മൾ ചാർജ് ചെയ്ത് വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ചെയ്തു. ബട്ട് സ്വിച്ച് ഓഫ് ചെയ്താലും ആ റെഡ് കളർ LED കുറച്ച് ടൈം എടുത്തിട്ടേ അത് കെട്ടുപോകുള്ളൂ, കുറച്ചു നേരം അത് കത്തി തന്നെ നിൽക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ? ഫോർ എക്സാമ്പിൾ പഴയ കാലത്തുള്ള ചാർജേഴ്സ് ഒക്കെ, പഴയ ചാർജേഴ്സ് ഒക്കെ അതിന് ഒരു LED ഉണ്ടാവും, ചാർജ് ചെയ്യാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഒരു LED ഉണ്ടാവും. അപ്പൊ ആ LED നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കെടുന്നില്ല, കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമേ അത് കെടുന്നത് കാണുള്ളൂ അല്ലേ? യെസ്, കണ്ടിട്ടുണ്ടല്ലേ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഇനിയും തന്നെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ശരിക്കും സ്വിച്ച് ഓഫ് ചെയ്ത് അപ്പൊ തന്നെ അത് കെട്ടു പോകേണ്ടതാ അല്ലേ, കാരണം നമ്മൾ കറണ്ട് കണക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ബട്ട് എന്താ, അതിനുള്ളിലെ കപ്പാസിറ്റേഴ്സിൽ ഇതുപോലെ ചാർജ് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ്, ഒരു ടെമ്പററി സ്റ്റോറേജ് അവിടെ ഉള്ളത് കൊണ്ടാണ് അത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയം വരെ ആ LED ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അത് വേഗം തന്നെ കെടും, അത്ര അധിക നേരം നിൽക്കുന്നില്ല. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, കപ്പാസിറ്റേഴ്സിൽ കുറച്ചു നേരം മാത്രമേ അതിന് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ആ ചാർജ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്തായി നോർമലി ആയി, അതിന് വേറെ ചാർജ് കേരിയേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് കപ്പാസിറ്റേഴ്സിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത്ര വരെയും ക്ലിയർ അല്ലേ? ഇനി ഓക്കെ അല്ലേ? രണ്ടു മൂന്ന് ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് ഗുഡ്. ബാക്കി ഓക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ കപ്പാസിറ്റേഴ്സിന്റെ കൺസ്ട്രക്ഷനുമായി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പോയിന്റുകൾ നോക്കിയാൽ മനസ്സിലാവും. സ്റ്റോറിംഗ് എ ചാർജ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ് എങ്ങനെയാണ്? Electrons on the left plate are attracted towards the positive terminal of the voltage source. This leaves an excess of positively charged holes. The electrons are pushed towards the right plate, so excessive electrons are leaving negative charge. ആ ഒരു മാനറിലാണ് ബാറ്ററി സോഴ്സിന്റെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജസും ബാറ്ററി സോഴ്സിന്റെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ പോലെയാണ് അതിന്റെ ഫംഗ്ഷനിങ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നമ്മൾ റെസിസ്റ്ററിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, അതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ,
are mainly classified into or broadly classified into two types. നമ്മുടെ റെസിസ്റ്റേഴ്സിന്റെ കേസ് പോലെ തന്നെ അവിടെ ഒരു ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഉണ്ടായിരുന്നു. ആ ഒരു കാറ്റഗറി ഇവിടെ ഇല്ല. ഇവിടെ കപ്പാസിറ്റേഴ്സ് ആർ ഡയറക്ട്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ആൻഡ് വേരിയബിൾ ടൈപ്പ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, ഫിക്സഡ് ടൈപ്പ് കപ്പാസിറ്റേഴ്സ് നമുക്ക് അറിയാം എന്താണ്, അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ ഫിക്സഡ് ആയിരിക്കും. അത് നമുക്ക് ഒരു സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേരി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബട്ട് വേരിയബിൾ കപ്പാസിറ്റേഴ്സോ, വേരിയബിൾ കപ്പാസിറ്റേഴ്സിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ ക്യാൻ ബി വേരിയഡ് അല്ലെ. നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കപ്പാസിറ്റൻസിന്റെ വാല്യൂസിനെ വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കപ്പാസിറ്റേഴ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ടു, ഫിക്സഡ് കപ്പാസിറ്റേഴ്സ് ആൻഡ് വേരിയബിൾ കപ്പാസിറ്റേഴ്സ്. And then the fixed capacitors are again classified into two. They are non-polarized capacitors and polarized capacitors. Okay, I starting le parnu two types in the polarized and non-polarized. So fixed capacitors are again classified into two, polarized capacitors and non-polarized capacitors. Okay, and again the variable capacitors, they are also again classified into two types. They are tuning capacitors and trimmer capacitors. Tuning and trimmer. Okay, so classification മനസ്സിലായില്ലേ? കപ്പാസിറ്ററിന് ഫിക്സഡ് ആൻഡ് വേരിയബിൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഫിക്സഡ് കപ്പാസിറ്റേഴ്സിനെ അഗെയിൻ പോളറൈസ്ഡ് ആൻഡ് നോൺ പോളറൈസ്ഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വേരിയബിൾ കപ്പാസിറ്റേഴ്സിനെ ട്യൂണിംഗ് കപ്പാസിറ്റേഴ്സ് ആൻഡ് ട്രിമ്മർ കപ്പാസിറ്റേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ പോളറൈസ്ഡ് ആൻഡ് നോൺ പോളറൈസ്ഡ് എന്താ അത് നമുക്ക് അറിയാം അല്ലെ. നോൺ പോളറൈസ്ഡ് ആണെങ്കിൽ ഇതുപോലെയാണ് സിമ്പിൾ, പോളറൈസ്ഡ് ആണെങ്കിൽ ഇതുപോലെയാണ് സിമ്പിൾ. ഓക്കെ, നോൺ പോളറൈസ്ഡ് ആണെങ്കിൽ എന്താ, അതിന് ഞാൻ പറഞ്ഞു ഒരു കപ്പാസിറ്ററിന് രണ്ട് പ്ലേറ്റ്സ് ഉണ്ടാവും, ഇൻ ബിറ്റ്വീൻ ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടാവും. ഈ ടു പ്ലേറ്റ്സ് നമുക്കൊരു ഫിക്സഡ് പൊളാരിറ്റി പറയാൻ പറ്റില്ല. അത് ഏത് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നു അതനുസരിച്ച് ചിലപ്പോൾ ഒന്നിക്ക് ഇവിടെ ആദ്യം പോസിറ്റീവ് ആയിരിക്കാം, ഇവിടെ നെഗറ്റീവ് ആയിരിക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് കേസിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കാം, ഇവിടെ പോസിറ്റീവ് ആയിരിക്കാം. സോ അതിന്റെ രണ്ട് പ്ലേറ്റുകൾക്കും ഒരു ഫിക്സഡ് പൊളാരിറ്റി ഇല്ല. ആ പൊളാരിറ്റി വേരി ചെയ്തുകൊണ്ടേ ഇരിക്കാം. ദ പൊളാരിറ്റി ക്യാൻ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദ സർക്യൂട്ട് വിച്ച് ദേ ആർ ഇൻസേർട്ടഡ്. അങ്ങനെയാണ്, ഏത് സർക്യൂട്ടിലാണോ ഈ കപ്പാസിറ്റി ഇൻസേർട്ട് ചെയ്യുന്നത് അതനുസരിച്ച് അതിൽ വോൾട്ടേജിന്റെയും അല്ലെങ്കിൽ ബാറ്ററി സോഴ്സിന്റെ ഒക്കെ പൊളാരിറ്റി അനുസരിച്ച് ഇതിനൊരു പ്ലേറ്റിന് ഒരു പൊളാരിറ്റി വരും. ഓക്കെ, ബട്ട് പോളറൈസ്ഡ് ആണെങ്കിലോ അതിനൊരു ഫിക്സഡ് പൊളാരിറ്റി ഉണ്ട്. ഓക്കെ, പോളറൈസ്ഡ് ആണെങ്കിൽ ആ ഒരു കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റ് എപ്പോഴും പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അത് ബൈ കൺസ്ട്രക്ഷൻ ഇറ്റ്സെൽഫ് അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ആൻഡ് അതിന്റെ മറ്റേ എൻഡ് എപ്പോഴും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ ഒരു സർക്യൂട്ടിലേക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അതിന് പൊളാരിറ്റി ഇല്ലാത്തത് കൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണ്ട, ടു ലീഡ്സ് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ബട്ട് പോളറൈസ്ഡ് വൺ നമ്മൾ അതുകൊണ്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ പോസിറ്റീവ് പ്ലേറ്റ് എവിടെയാണോ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് പ്ലേറ്റ് എവിടെയാണോ വരുന്നത് അവിടെയുള്ള ലീഡ് നെഗറ്റീവ് പോർഷനിൽ തന്നെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓരോ കപ്പാസിറ്റേഴ്സിന് ഇതുപോലെ ഒരു ലെങ്ത് കൂടുതലും ലെങ്ത് കുറവുള്ള ലീഡ്സ് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ പോളറൈസ്ഡ് ആണ്. കപ്പാസിറ്റേഴ്സിന് ടു ലീഡ്സ് ഉണ്ടാവും. നോൺ പോളറൈസ്ഡ് ആണെങ്കിൽ രണ്ട് ലീഡിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ബട്ട് പോളറൈസ്ഡ് ആണെങ്കിൽ അതിന്റെ ഒരു ലീഡ് ലെങ്ത് കൂടുതലായിരിക്കും, ഒരു ലീഡ് ലെങ്ത് കുറവായിരിക്കും. ആ ലെങ്ത് കൂടുതലുള്ള ലീഡ് വിൽ ബി പോസിറ്റീവ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലീഡ് ആയിരിക്കും. ഓക്കെ, ഏത് കപ്പാസിറ്ററിന്റെ ഏത് പ്ലേറ്റ് ആണോ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളത് ആ പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലീഡ് ആയിരിക്കും ലെങ്ത് കുറച്ച് കൂടുതലായിട്ട് മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ടാവുക. സോ ആ ലീഡ് നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് സൈഡിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇൻസേർട്ട് ചെയ്യണം. ആൻഡ് ലെങ്ത് കുറച്ച് കുറഞ്ഞത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് പോളറൈസ്ഡും നോൺ പോളറൈസ്ഡും പറയുന്നത്. ഇനി ട്രിമ്മർ ആൻഡ് ട്യൂണിംഗ് കപ്പാസിറ്റേഴ്സ് നമ്മൾ ആ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്കത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ പോളറൈസ്ഡിനും നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സിന് വേറൊരു നൊട്ടേഷൻ കൂടി ഉണ്ടാവും.
നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രീൻ കളർ കപ്പാസിറ്റർ കാണുന്നില്ലേ? അതിലൊരു ബ്ലാക്കിഷ് ലൈൻ ആയിട്ട് നെഗറ്റീവ് സൈൻസ് കാണുന്നുണ്ട്. അപ്പൊ ആ സൈഡിൽ വരുന്ന ലീഡ് ആയിരിക്കും എന്ത്? നെഗറ്റീവ്ലി ചാർജിൽ പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലീഡ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ബ്ലാക്കിഷ് ഒരു ലൈന് കാണാം. അതിൽ നെഗറ്റീവ് ലൈൻസ് ഇങ്ങനെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ആ സൈഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ലീഡ് ആയിരിക്കും എന്ത്? നെഗറ്റീവ് പൊളാരിറ്റി. ആൻഡ് അതിന്റെ ഓപ്പോസിറ്റ് എൻഡിലുള്ളത് പോസിറ്റീവ് പൊളാരിറ്റി ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതാണ് പോളറൈസ്ഡ് ആൻഡ് നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ്. ഇനി നമുക്ക് ഈ നോൺ പോളറൈസ്ഡിന്റെയും പോളറൈസ്ഡിനും അതുപോലെ ട്യൂണിങ് കപ്പാസിറ്റേഴ്സും ടിമ്മർ കപ്പാസിറ്റേഴ്സും ഒക്കെ ഒന്ന് നോക്കാം. ഈ പോളറൈസ്ഡും നോൺ പോളറൈസ്ഡും ഏതാ എക്സാമ്പിള്, അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വരുന്നത് നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ ആണ്. നോൺ പോളറൈസ്ഡ് മീൻസ് ഇതിന് സ്പെസിഫിക് ആയിട്ടൊരു പൊളാരിറ്റി ഇല്ല. പ്ലേറ്റിന് സ്പെസിഫിക് ആയിട്ടൊരു പൊളാരിറ്റി ഇല്ല. ഇത് വരുന്നത് നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ ആണ്. ഓക്കെ, അപ്പൊ 3 എക്സാമ്പിൾസ് ഉണ്ട്: പേപ്പർ, പ്ലാസ്റ്റിക് ആൻഡ് മൈക്ക. പേപ്പർ കപ്പാസിറ്റർ, പ്ലാസ്റ്റിക് കപ്പാസിറ്റർ, മൈക്ക കപ്പാസിറ്റർ. ഓക്കെ, ഇത് മൂന്നിന്റെയും കൺസ്ട്രക്ഷൻ ഒക്കെ സിമിലർ ആണ്. ആകെ ഒരു ഡിഫറൻസ് ഉള്ളത് ഇതിൽ യൂസ് ചെയ്യുന്ന ഡയലക്ട്രിക് മെറ്റീരിയൽസ് വേരിയിങ് ആയിരിക്കും. ഓക്കെ, കപ്പാസിറ്ററിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാ? 2 പ്ലേറ്റ്സ് ഉണ്ടാവും, ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടാവും. ആ ഡയലക്ട്രിക് മെറ്റീരിയൽ പേപ്പർ ആണെങ്കിൽ അത് പേപ്പർ കപ്പാസിറ്റർ, അത് പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് പ്ലാസ്റ്റിക് കപ്പാസിറ്റർ, അത് മൈക്ക ആണെങ്കിൽ അത് മൈക്ക കപ്പാസിറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് ആ ഫിഗർ ഉണ്ടാവുക. 2 പ്ലേറ്റുകൾ മെറ്റൽ ഫോയിൽസ് ഇങ്ങനെ എടുക്കും, അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒന്നുകിൽ പേപ്പർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മൈക്ക ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ 3 ലെയറും കൂടി ഒന്നിച്ചെടുത്തിട്ട് ഒരു ലീഡിലേക്ക് ഇങ്ങനെ ഇതുപോലെ ചുരുട്ടിയെടുക്കും, ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആക്കി എടുക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പ്ലേറ്റ്, മെറ്റൽ പ്ലേറ്റിന്റെ ഒരു പ്ലേറ്റ് ഒരു ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, മറ്റേ മെറ്റൽ പ്ലേറ്റ് വേറൊരു ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പം 2 മെറ്റൽ ഫോയിൽസ് എടുക്കും, ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഏതെങ്കിലും ഒരു ഡയലക്ട്രിക്, ഒന്നുകിൽ പേപ്പർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മൈക്ക, എന്നിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് ഇതുപോലെ ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആക്കി എടുക്കും. ഒരു പ്ലേറ്റ് ഒരു ടെർമിനൽ ലീഡിലേക്കും മറ്റേ പ്ലേറ്റ് വേറൊരു ലീഡിലേക്കും കണക്ട് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, മൈക്കിന്റെ കേസിൽ കൺസ്ട്രക്ഷൻ ഇങ്ങനെയല്ല. മൈക്ക എന്ന് പറയുന്ന മെറ്റീരിയൽ നമുക്ക് ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, അത് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് ബ്രോക്കൺ ആയി പോകും. സോ മൈക്ക കപ്പാസിറ്റർ ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക. ഇത് 2 പ്ലേറ്റുകൾ ഇതുപോലെ എടുക്കും, അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് മൈക്ക വെക്കും. അത് ഇതുപോലെ സിലിണ്ടറിക്കൽ ആക്കി വൗണ്ട് ചെയ്ത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ മടക്കി എടുക്കില്ല. ഓക്കെ, അതേ ഒരു വേരിയേഷൻ ഉള്ളൂ. ഇതാണ് നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സിന്റെ എക്സാമ്പിൾ. ഇതിന്റെ 2 പ്ലേറ്റുകളും പോസിറ്റീവോ നെഗറ്റീവോ ഏതും ആകാം, അതിനങ്ങനെ ഒരു സ്പെസിഫിക് പൊളാരിറ്റി ഇല്ല. ഓക്കെ, അപ്പൊ ഇത്ര വരെ ക്ലിയർ ആണോ? ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ. റോൾ നമ്പർ 1 present, 2 absent, 3 present, 2 present, 2 present. വേഗം പ്രസന്റ് പറയണേ. 3 present, 4 Present, ma'am. 5 Present, ma'am. 4 okay 5 6 Present. 7 present, ma'am, 8 present, 9 Present, ma'am. 10 Present, ma'am. 11 Present, ma'am. 12 Present, ma'am. 13 Present, ma'am. 14
Present, ma'am. 15, Present, ma'am. 16, Present. 17, 17 absent ആണോ? 18, Present, ma'am. 19, Present, ma'am. 20, Present, ma'am. Present, ma'am. 21, 21. Okay, 22, 23, Present, ma'am. Present, ma'am. 24, Present, ma'am. 25, Present, ma'am. 26, Present, ma'am. 27, Present, ma'am. 28, Present, ma'am. 29, Present, ma'am. 30, Present, ma'am. 31, Present, ma'am. 32, Present, ma'am. 33, Present, ma'am. 34, Present, ma'am. 35, 35, 35, okay, 36, Present, ma'am. 37, Present, ma'am. 38, Present, ma'am. 39, Present, ma'am. 40, Present, ma'am. 41, Present, ma'am. 42, Present, ma'am. 43, 43, okay, 44, Present, ma'am. 45, 45, Nivedita, Present, ma'am. Present, ma'am. okay, okay, 46, Present, ma'am. 47, Present, ma'am. 48, Present, ma'am. 49, Present, ma'am. 50, Present, ma'am. 51, Present, ma'am. 52, 52, 52 absent, 53, ഷനിൽ പ്രസന്റ് ആണോ? ഓക്കെ, 53, ഓക്കെ, 53 absent, 54, Present, ma'am. 55, Present, ma'am. 56, Present, ma'am. 57, Sriraj, Present, ma'am. 58, 58, Present, ma'am. 59, Present, ma'am. 60, Present, ma'am. 61, Present. 62, 63. Present, ma'am. Okay, absentees are 62. Okay, 62 മാത്രമേ ആബ്സെന്റ് ഉള്ളൂ അല്ലേ? താങ്ക് യു ഓൾ.